ദൈവനാമത്തിന് മഹത്വം. 180 എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ വന്ന് അവിടുത്തെ സന്നിധിയിൽ ഇരുന്ന് അവിടുത്തെ വചനം കേൾക്കുവാനും ജീവിതാനുഭവങ്ങൾ കേൾക്കുവാൻ, ഗാനങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തിയതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ ദാസിക്കാട് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം വേണ്ട എല്ലാ ദൈവകൃപയും നൽകി ദാസിയെ ബലപ്പെടുത്തണമേ. ആ സ്വർഗീയ നാദം കേൾക്കുവാൻ ഇടയാകണം. ഇന്ന് രാത്രി ദൈവവചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനാട് സ്തോത്രം. കർത്താവെ, വളരെ ദൈവകൃപ നൽകി ഏറ്റവും അനുഗ്രഹീതമായ ഒരു വചനം ഇനി ഞങ്ങൾ കേൾക്കുവാൻ, ജീവിതത്തിലൂടെ ഞങ്ങൾ കേൾക്കുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി തരണമേ. അനുകൂലമായ ചുറ്റുപാടുകൾ നൽകണം. പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 180 എപ്പിസോഡാണ് ഇന്ന് രാത്രി നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മെ വളരെ അനുഗ്രഹിച്ചു. നമ്മോട് കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. അനേക ജീവിത അനുഭവങ്ങൾ അതിലൂടെ കേൾക്കുവാനും ഇടയായിത്തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മളോട് സംസാരിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസൻ TK എബ്രഹാം ഡാളസ് അവറുകളാണ് ഇന്ന് രാത്രി തന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്. ബി എ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ഒരു വിശ്വസ്ത സാക്ഷിയാകുക എന്ന ആശയത്തിലാണ് കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് രാത്രി ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയ ദാസി സിസ്റ്റർ അസ്നത്ത് കണ്ണൻ നായർ അവറുകളാണ്. പ്രിയദാസിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ പ്രിയദാസി ആലപിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്കത് കേൾക്കാം. പ്രിയദാസി എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഗാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിനിടയനാം യേശുവേ എന്ന് തുടങ്ങുന്ന പ്രാരംഭ ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. ആലപിക്കാൻ കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. സ്നേഹത്തിൻ
താങ്ക് യു സിസ്റ്റർ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാനിടയായി. ഒരു ഗാനം കൂടെ കേട്ട് നമുക്ക് മടങ്ങി വരാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ എന്ന് തുടങ്ങുന്ന വളരെ അനുഗ്രഹീതരമായ ഗാനം നമുക്കും ആ ഗാനത്തോട് ചേർന്ന് പാടി നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രിയദാസിയെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ഇത്രത്തോളം
നാമത്തിന് മഹത്വം. താങ്ക് യു സിസ്റ്റർ. വളരെ ഹൃദ്യമായ 2 ഗാനങ്ങൾ, ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യുന്ന 2 ഗാനങ്ങൾ. അത് കേൾക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ തന്നു. പ്രിയദാസിക്കായിട്ട് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം തുടർന്നും ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ബി എ ഫെയ്ത്ത്ഫുൾ വിറ്റ്നസ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷിയായി തീരുക. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ബ്രദർ TK എബ്രഹാം ഡാളസ് അവറുകൾ നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവിന്റെ ദാസനിൽ നിന്ന് മാനുഷികമായ വാക്കുകളൊന്നും കേൾക്കാതെ ദൈവികമായ ശബ്ദം ഇന്ന് രാത്രി കേൾക്കുവാൻ വലിയവനായി ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ഈ കാൽവറിനാഥം പരിപാടിയിൽ ആയിരിപ്പാണ്ട കൊണ്ടും കർത്താവ് അനുവദിച്ച ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല പ്രാവശ്യം ഈ പരിപാടിയിൽ കടന്നു വരുവാനും കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനം സാക്ഷിപ്പാനും ഒക്കെയും കൃപ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പിൻപിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൽ അവർ ചെയ്യുന്ന ഈ നല്ല ശുശ്രൂഷകളെ സ്വർഗം കൂടുതലായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയിൽ കൂടി കടന്നു പോവുകയാണ്. വിശേഷാൽ മധ്യ കേരളത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വെള്ളപ്പൊക്കത്തിന്റെ താണ്ഡവം വളരെ ശക്തിയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഇതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മധ്യ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മധ്യ കേരളത്തെക്കുറിച്ച് അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിനെ കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ അതൊരു സുവിശേഷ മേഖലയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികളും സഭകളും മറ്റുമുള്ളത്. എന്നാൽ ഈ നാളുകളിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ കൂടിയാണ് നമ്മുടെ കൊച്ചു മധ്യ കേരളം കടന്നു പോകുന്നത്. അപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത, ദൈവം നമ്മളോട് ഈ നാളുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുവാനും അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സഹായത്തിനായിട്ട് അപേക്ഷിപ്പാനുമായിട്ടുള്ള ആ നിർബന്ധം, ആ ഭാരം ഈ നാളുകളിൽ നമുക്ക് അവർക്കും കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടിക്ക് സന്തോഷ് നൽകിയിരിക്കുന്ന ടൈറ്റിൽ അനുഭവക്കുറിപ്പുകൾ എന്നാണ്. ജീവിതം എന്ന് പറഞ്ഞ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളുടെ ആകത്തുകയാണ്. ഈ അടുത്ത ദിവസം, അടുത്ത ചില മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ 80th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇടയായി. ഞാൻ അങ്ങനെ സെലിബ്രേഷനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. കുഞ്ഞുങ്ങളാണ് ആ കാര്യങ്ങളൊക്കെയും ചെയ്തത്. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒരു കപ്പിൾസ് അവരെ കൊണ്ട് നൽകി. അതൊരു കസ്റ്റം മെയ്ഡ് ഗിഫ്റ്റ് ആയിരുന്നു. അതിൽ ഇപ്രകാരം, അതൊരു കപ്പാണ്, ആ കപ്പിൽ ഇപ്രകാരമാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്: I am not 80, I am 18 with 62 years of Christian experience. ഞാൻ ചിന്തിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ വളരെയധികം എന്നെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പറയട്ടെ. 62 years of experience, Christian experience എന്ന് പറഞ്ഞാൽ ഈ 62 ദീർഘവർഷങ്ങൾ ഞാൻ എന്താണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന പക്ഷം യേശുക്രിസ്തുവിന്റെ ഒരു സാക്ഷിയാകുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു, ഒരു വേദാധ്യാപകനൊക്കെ ആയിരുന്നു. ഞാൻ ജനിച്ചു വളർന്നൊക്കെയും കുമ്മനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ അന്ത്യോക്യ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കാലത്ത് അങ്ങനെയുള്ള ആത്മീയ അന്തരീക്ഷം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു കുമ്മനാട്. ഇന്നതൊക്കെ വ്യത്യാസപ്പെട്ടു പോയി, കാലത്തിന് വളരെ വ്യത്യാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചു വളരുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചു. ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ് വളർത്തപ്പെട്ടത്. വീട്ടിൽ ദൈവിക കാര്യങ്ങളിൽ വളരെ ശുഷ്കാന്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ പഠിച്ചത് നോയൽ മെമ്മോറിയൽ ഹൈസ്കൂളിലാണ്. അവിടെയുള്ള മിക്കവാറും എല്ലാ അധ്യാപകന്മാരും നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ആയിരുന്നു. ഒരു ആത്മീയ അന്തരീക്ഷം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട 300-ലധികം ആളുകൾ വരുന്ന ഒരു സഭയായിരുന്നു അന്ന് കുമ്മനാട്ട് സഭ. അവിടെ ജനിച്ച് വളർത്തപ്പെടുവാനും വിദ്യ അഭ്യസിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നുള്ളത് ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. എന്നാൽ
അതുകൊണ്ട് എന്റെ ജീവിതം പൂർത്തിയായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. എന്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ എയർഫോഴ്സ് ജോലികളുടെ ബന്ധത്തിൽ ചേർന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ദീർഘവർഷം ഒരു ദൈവത്തിന്റെ ശ്രേഷ്ഠദാസൻ ഞങ്ങൾ 12 യുവാക്കന്മാരെ ഡിസൈബിൾ ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവാത്മകമായ പരിവർത്തനമാണ് സംഭവിച്ചത്. ഞങ്ങളുടെ ട്രെയിനിങ് കാലാവധി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ഞങ്ങൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊന്നും സഭകളോ വിശ്വാസികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ക്രിസ്ത്യാനിയായിട്ട്, ഒരു ദൈവവേദനായിട്ട് എങ്ങനെ ജീവിക്കണം, ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് എങ്ങനെ നമുക്ക് ആയിത്തീരുവാൻ കഴിയുമെന്നുള്ളതിന്റെ പ്രാഥമിക പാഠങ്ങൾ ആ ദൈവത്തിന്റെ ദാസൻ ഞങ്ങളെ അഭ്യസിപ്പിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ട് പോയ സ്ഥലങ്ങളിലൊക്കെയും കർത്താവിന്റെ മഹത്വമാർന്ന സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാനായിട്ടുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ലഭിച്ചു. അതിന് പിൻപിൽ എന്റെ പ്രിയ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ വളരെ സഹായമായിരുന്നു. ആ നിലയിൽ ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 62 ദീർഘവർഷങ്ങൾ ആരുപോലും തിരിഞ്ഞു നോക്കാത്ത കുഗ്രാമങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ഒരു വിശ്വാസി പോലും ഇല്ലാത്ത അനേക സ്ഥലങ്ങളിൽ ഒരു പൈനിയർ മിഷണറിയെ പോലെ എന്റെ ജോലികളുടെ ബന്ധത്തിൽ ആയിരിപ്പാണ്ടക്കൊണ്ട് എനിക്ക് ഭാഗ്യം നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ 81-ാമത്തെ വയസ്സിലാണ് റൺ ചെയ്യുന്നത്. ഇത്രത്തോളമൊക്കെ വണ്ടി ഓടി. ഇനി എത്ര നാൾ വണ്ടി ഓടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും എന്നുള്ള പൂർണ്ണ ഉറപ്പോടും വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങൾ എന്തായി തീർണമെന്നുള്ളതിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നത് എപ്പോഴും നല്ലതാണ്. ഇങ്ങനെയൊരു വാക്യമുണ്ടല്ലോ, 2 കൊരിന്ത്യർക്ക് ലേഖനം 13 അധ്യായത്തിന് 5-ാം വാക്യം, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന ശോധന ചെയ്യുവിൻ. അതായത് നമ്മൾ തന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു ഇൻവെന്ററി നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് എടുക്കുന്നത് നന്നായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ നാം എങ്ങനെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കണം എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ ജോലി സ്ഥലങ്ങളിലും മറ്റും നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലോ, എല്ലാ വർഷവും ഇൻവെന്ററി നമ്മൾ എടുക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് വല്ലതും ഉണ്ടാക്കുന്നുണ്ടോ, അതോ നഷ്ടത്തിലാണോ ബിസിനസ് മുൻപോട്ട് പോകുന്നത്, എന്നിത്യാദി കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതിനാണ് അതൊക്കെയും ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ഇൻവെന്ററി എടുക്കേണ്ടതിന്റെ കാലഘട്ടമായിരിക്കുന്നു ഇതെന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഇന്ന് നാം കേട്ട മനോഹരമായ ഗാനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമ്മൾ സന്തോഷമുള്ളവരായിട്ട് കർത്താവിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. ആ നിലയിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ചിന്തകളാണ് ആ ഗാനങ്ങൾ കൂടി നമുക്ക് ഇന്നും കേൾക്കുവാനായിട്ട് സാധിച്ചത്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് 2-3 കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സാക്ഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യം എന്താകുന്നുവെന്ന് നാം അറിഞ്ഞിരിക്കണം. സാക്ഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യം. രണ്ടാമത്, സാക്ഷ്യ ജീവിതത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട മാതൃക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. മൂന്നാമതായിട്ട്, ഈ സാക്ഷ്യ ജീവിതത്തിൽ എങ്ങനെ നാം ചെയ്യണം, അത് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അല്പമായ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത്, യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് മാത്രമാണ് 4 സുവിശേഷങ്ങളുടെ ഇവാഞ്ചലിസ്റ്റിക് ഗോസ്പൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ സുവിശേഷത്തിന്റെ ലക്ഷ്യം തന്നെ, പർപ്പസ് തന്നെ യോഹന്നാൻ 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളിൽ യോഹന്നാൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വത്സല ശിഷ്യനായിരുന്നല്ലോ യോഹന്നാൻ അപ്പോസ്തലൻ. തന്റെ ജീവിതാന്ത്യത്തിൽ, വാർദ്ധക്യത്തിൽ എഴുതിയ ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. മറ്റു സുവിശേഷങ്ങളൊക്കെ അതിനു മുൻപ് തന്നെ എഴുതപ്പെട്ടിരുന്നു. എന്നാൽ താൻ എഴുതിയതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിക്കേണ്ട സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. സാക്ഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, സാക്ഷ്യ ജീവിതത്തിനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അത് ദൈവത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശമാണ്. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തു, അവരെ മിസ്രയീമിൽ നിന്ന് ദൈവം വിടുവിച്ചു, കനാൻ ദേശത്തേക്ക് അവരെ നയിച്ചു, അവർക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെയും ദൈവം സമ്മാനിച്ചു. എന്നാൽ അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, യെശയ്യാവിന്റെ പ്രവചനം
44 അധ്യായത്തിന് 8 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? ഇപ്രകാരമാണ്, നിങ്ങൾ എന്റെ സാക്ഷികളാകുവാനായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ള സത്യം അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിനെ കുറിച്ചുണ്ടായിരുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം, പർപ്പസ് മറ്റൊന്നുമായിരുന്നില്ല, ദൈവത്തിന്റെ സാക്ഷികളായി തന്നെ. അവർ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവരാണ്. ദൈവത്തോടുള്ള ഉടമ്പടിയിലേക്ക് അവർ പ്രവേശിച്ചവരാണ്. ദൈവത്തിന്റെ ന്യായപ്രമാണം ലഭിച്ചവരാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാരെയും അതുപോലെയുള്ള പുരോഹിതന്മാരെയും ഒക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ ആലയ യെരൂശലേം ഉണ്ടായിരുന്നു. ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ജാതിയുമില്ല. യഹോവ ദൈവമായിരിക്കും. ജനമെത്ര ഭാഗ്യമുള്ളത് എന്നാണല്ലോ നാം പഴയ നിയമത്തിൽ വായിക്കുന്നത്. അങ്ങനെയുള്ള ഭാഗ്യാവസ്ഥയിലേക്ക് കടന്നു വന്നവരായ, ദൈവത്തിൽ നിന്ന് അനവധിയായ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചവരായ ആ ജനം നന്ദി കെട്ടവരായി, പിറുപിറുക്കുന്നവരായി, ദൈവത്തോടുള്ള മത്സരത്തിലായി തീർന്നതിന്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആ ലക്ഷ്യത്തിൽ നിന്ന് അവർ അമ്പെ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്നാൽ ദൈവം ഏത് കാലത്തും ഒരു അത്യല്പമായ ശേഷിപ്പിനെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം നാം ഒരിക്കലും മറന്നു പോകരുത്. നമുക്കറിയാം, യെശയ്യാവിന്റെ പ്രവചനം അതിന്റെ 8 അധ്യായത്തിൽ യെശയ്യാവ് പറയുന്നൊരു കാര്യമുണ്ട്. അതിപ്രകാരം, ഞാനും യഹോവ എനിക്ക് തന്ന മക്കൾ, അത്യല്പമായ ഒരു ശേഷിപ്പ് ഇന്നും അതുണ്ട്. നമുക്ക് മൊത്തത്തിൽ എടുക്കുന്ന പക്ഷം അത് കാണുവാനായിട്ട് സാധിക്കുന്നതല്ല. ലോകത്തിൽ ഇന്ന് ഏതാണ്ട് 2.3 ബില്യൺ ക്രിസ്ത്യൻ പീപ്പിൾ ക്ലെയിം ദാറ്റ് ക്രിസ്ത്യൻസ്. അതിൽ 70% ആളുകളും അൺകൺവേർട്ടഡ് ആണ്. അവർ നോമിനൽ ക്രിസ്ത്യൻസ് ആയിട്ട് മാത്രം കഴിയുന്നവരാണ്. വളരെ കുറച്ചു പേര് മാത്രം യഥാർത്ഥത്തിലുള്ള കൺവേർഷൻ എക്സ്പീരിയൻസിലേക്ക് കടന്നു വന്നുള്ളത്. 70% ആളുകൾ വീണ്ടും ജനത്തിന് അനുഭവം ഉള്ളവരായി തീരേണ്ടതിന് ആവശ്യകതയിൽ നിന്ന് കഴിയുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാണ്. ഈ അടുത്ത സമയത്ത് ഒരു സർവേ നടത്തി. അതിൽ ചോദിച്ചൊരു ചോദ്യം, ഇല്ല, മെഗാ ചർച്ചസ് ഒക്കെ ഉണ്ട്. ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഡാളസിൽ തന്നെ ഒരു ചർച്ച ഉണ്ട്. അവിടുത്തെ അംഗസംഖ്യ 30,000, 30,000-ലധികം ആളുകളാണ് ആ ചർച്ചിൽ സംബന്ധിക്കുന്നത്. ആ ഒരു സർവേയിൽ ആ പാസ്റ്റർ അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദപ്പെട്ടവർ വിശ്വാസികളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ചർച്ചിൽ വരുന്നത്, എന്തിനാണ് ചർച്ചിൽ വരുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം, ഞങ്ങളുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യുവാൻ ചർച്ച ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വരുന്നത്. അതായത് ഒരു കസ്റ്റമർ സർവീസ് ആ നിലയിൽ ഇന്ന് ചർച്ച നിലനിന്നു പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ ഏതെങ്കിലും ഒക്കെ നിലയിൽ സംതൃപ്തിപ്പെടുത്തി അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നൽകത്തക്ക വിധത്തിലുള്ള ചിന്തകളൊക്കെ നൽകി ഒരു പൊത്തുവരുത്ത ക്രിസ്ത്യാനികളായിട്ട് മുൻപോട്ടും ജനങ്ങളെ നയിക്കുന്ന പ്രവണത നമ്മൾക്ക് ഇന്ന് എവിടെയും കാണുവാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വീണ്ടും ജനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നവർക്ക് മാത്രമേ ഒരു ക്രിസ്തീയ സാക്ഷ്യ ജീവിതം നയിപ്പാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നാമത്തെ കാര്യം, അതിനായിട്ട് നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതിനായിട്ട് നാം നിയോഗം ലഭിച്ചവരാണ്. ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ, ദൈവരാജ്യത്തുള്ള ബന്ധത്തിൽ ആവശ്യമായി സംഭവിക്കേണ്ട കാര്യമാണ് നാം അവന്റെ സാക്ഷികളായി തീരണം എന്നുള്ളത്. നമ്മുടെ അരുമ ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞതായിട്ട് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15 അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. താൻ മന്നം ക്രൂശിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിലാണല്ലോ അത് പറഞ്ഞത്. തന്റെ അന്ത്യവാക്കുകളാണ്, ഫെയർവെൽ മെസ്സേജസ് ആയിട്ടാണ് നമുക്ക് അപ്പർ റൂം ഡിസ്കോഴ്സ് അല്ലെ മാളികമുറിയിലെ പ്രഭാഷണത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് താൻ മരിക്കുവാനായിട്ട് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിച്ചിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ശിഷ്യന്മാർക്ക് ഒരു ചിന്തയുണ്ടായി, ഞങ്ങൾ പടകും വലയും ഒക്കെ വിട്ടിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചവരാകുന്നുവെന്ന്. എന്നാൽ ആ സന്ദർഭത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ അരുമ ശിഷ്യന്മാരോട് പറയുവാനായിട്ട് ഇടയായി, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടത് നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നുവെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കും, നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ചിരിക്കും. ഞാൻ പണ്ടേ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവനാണ്. മാരകമായ രോഗത്താൽ ഞാൻ ബാധിതനായിരുന്നു. ഈ ഭൂമിയിൽ ഞാൻ ശേഷിപ്പെന്ന് പലരും വിചാരിച്ചിരുന്നില്ല. എന്നാൽ ദൈവം എന്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഒരു സാക്ഷ്യം പറയുവാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന അവന് വേണ്ടി ഫലം കായ്ക്കേണ്ടതിനായിട്ടാണ്, അവന്റെ സാക്ഷികളായി തീരേണ്ടതിനായിട്ടാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഈ വിറ്റ്നസ്, സാക്ഷി എന്നുള്ള ആ വാക്ക് ഏതാണ്ട് 47 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. വെർബായിട്ടും നൗണായിട്ടും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് വേദപണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുന്നത്.
അപ്പോൾ അതുപോലെ തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷം മാത്രമാണ് ഒരു ഇവാഞ്ചലിസ്റ്റിക് ഗോസ്പൽ ആയിട്ട് ഇരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ ആരംഭത്തിൽ തന്നെ പറയുണ്ടായല്ലോ. ഈ അടുത്ത സമയത്ത് ഞാൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു മാഗസിൻ, കാനഡയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസിനാണ്. അതിലൊരു ആർട്ടിക്കിൾ വായിക്കുവാനായിട്ട് ഇടയായി. ആ ആർട്ടിക്കിളിൽ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞിരിക്കുന്നത്, ഇവാഞ്ചലിസം ആൻഡ് വിറ്റ്നസിംഗ് ഹാസ് ടേക്കൺ എ ബാക്ക് സീറ്റ് among Christians today. Evangelism and witnessing have taken a back seat. എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ആശയം, മറ്റെല്ലാ പരിപാടികളുമുണ്ട്, അതായത് സെമിനാറുകളുണ്ട്, അതുപോലെ കോൺഫറൻസുകളുണ്ട്, കൺവെൻഷനുകളുണ്ട്, എല്ലാ പരിപാടികളുമുണ്ട്. എന്നാൽ സുവിശേഷീകരണം എന്ന് പറയുന്ന സുവിശേഷീകരണവും സാക്ഷ്യ ജീവിതവും വളരെ തുലവും കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. ദൈവത്തിന്റെ ജനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ജനം ഉണ്ടാകണമെങ്കിൽ, ഒരു ഉണർവിന്റെ അനുഭവത്തിലേക്ക് ദൈവജനം വരണമെങ്കിൽ സാക്ഷ്യ ജീവിതം ഒഴിച്ചുകൂടാത്തതാകുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ അനേകരെ ഡിസൈപ്പിൾ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞങ്ങള് കുമനാട്ട് വളരെ 10-18 വർഷം കർത്താവിന്റെ വേലിയുള്ള ബന്ധത്തിന്റെ പിതാവുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ അനേക ചെറുപ്പക്കാരെ, യൗവനക്കാരെയും അവരിൽ പലരും ഇന്ന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അവരെ ഡിസൈപ്പിൾ ചെയ്ത് കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാനായിട്ട് സഹായിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാളോടെങ്കിലും സുവിശേഷം അറിയിക്കണമെന്നുള്ള ആ താല്പര്യത്തോടുകൂടെ ജീവിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാർ. ഓരോ ദിവസവും സുവിശേഷത്തിന്റെ സാക്ഷിയായി തരണമെന്നുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് ഹൃദയം തുടിക്കുന്ന ഒരനുഭവം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓർത്ത്, എന്റെ പിതാവ് അവിടെ കുമളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായിട്ട് ഒരിക്കൽ പോയി. ഈ അടുത്ത സമയത്ത് എന്നോട് ഒരാൾ പറഞ്ഞതാണ്, അവിടെ ചെന്നിട്ട് രാവിലെ സമയത്ത് താൻ താമസിച്ച വീട്ടിലുള്ളവർ പറഞ്ഞു, എനിക്കൊന്ന് ബസ്സിൽ നിന്ന് യാത്ര ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബസ്സിൽ താൻ യാത്ര ചെയ്യാനായിട്ട് പോയി. അവിടെയുള്ളവരെല്ലാം ഈ തോട്ടം തൊഴിലാളികളാണ്, തമിഴരാണ്. അതിന്റെ അച്ഛൻ ആ ബസ്സിന്റെ അവസാനത്തെ സീറ്റിൽ പോയി ഇരുന്ന് അങ്ങനെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുന്ന സന്ദർഭത്തിൽ അച്ഛൻ അതിന്റെ മധ്യത്തില് ഇന്നിട്ട് നിന്നിട്ട് പാപി നീ വരിക എന്ന് പറയുന്ന ഒരു പാട്ട് പാടി. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് സമയം താൻ തമിഴിൽ സുവിശേഷം അറിയിച്ചു. അടുത്ത ദിവസം ആ ബസ്സിന്റെ കണ്ടക്ടർ അച്ഛനെ കാണേണ്ടതിനായിട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന് കൂടുതൽ സുവിശേഷത്തെ കുറിച്ച് കേൾക്കണം, ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് ഹൃദയം തുടിക്കുന്ന, എങ്ങനെയെങ്കിലും ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം, എങ്ങനെയെങ്കിലും ചിലരോട് സുവിശേഷം പറയണം, ഒരു ദിവസം ഒരാളോടെങ്കിലും കുറഞ്ഞ പക്ഷം ഏതെങ്കിലും വിധത്തിൽ സുവിശേഷം അറിയിക്കണമെന്നുള്ള ആ വലിയ ആഗ്രഹം, പാഷൻ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് അനേക സുവിശേഷ യോഗങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വലിയ വേദവ്യാഖ്യാന പ്രക്രിയകളാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ ത്തോടുള്ള ആ താല്പര്യം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപാകെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരണം, യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് തീരണം. അതാണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തെ 3 ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. അതിന്റെ ഒന്നാം അധ്യായത്തിന് 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും അപ്പോസ്തലനായ യോഹന്നാൻ, നമ്മുടെ കർത്താവിന്റെ വത്സല ശിഷ്യനായിരുന്ന യോഹന്നാൻ, അവിടെ വളരെ ദൃഢ പ്രഖ്യാപനം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ജീവനായിരുന്നു, ആ വചനം വെളിച്ചമായിരുന്നു, ആ വചനം സകലത്തിന്റെയും സൃഷ്ടാവാണ് എന്നിത്യാദി കാര്യങ്ങളൊക്കെയും പറയുന്ന ഭാഗങ്ങളാണത്. അത് ദൈവാത്മ നിശ്വസ്തമായ പ്രഖ്യാപനമാണ്. യോഹന്നാന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളല്ല, കുറച്ച് ആശയങ്ങളല്ലത്. പ്രത്യുത ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിൽ അല്ലെ ദൈവാത്മ നിശ്വസ്തമായി താൻ അരുളി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ 18 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ വചനമാണ്, വചനം ജഡമായ കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ വസിച്ചു, ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിന്റെ തേജസ്സായിട്ട് കണ്ടു എന്നിത്യാദി കാര്യങ്ങളൊക്കെയും അപ്പോസ്തലൻ വളരെ അസന്നിഗ്ധമായ ഭാഷയിൽ വളരെ ദൃഢനിശ്ചയത്തോടുകൂടെ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ 18 വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയുന്നത്. അതിനുശേഷം യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് എങ്ങനെ സാക്ഷിച്ചു എന്നുള്ളത് എന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നു.
19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ താൻ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതിൽ ഈ നട്ഷൽ, അതിന്റെ മൊത്തത്തിൽ അതിന്റെ സംഗ്രഹമായിട്ട് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിന്റെ 29-ാം വാക്യമാണ്. അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു സത്യമാണ് അവിടെ. അതൊരു അഫർമേഷൻ ആണ്, അതുപോലെ തന്നെ ഒരു പ്രഖ്യാപനമായിട്ടുമാണ് ഇരിക്കുന്നത്. എന്താണ് അവിടെ താൻ പറയുന്നത്? അതായത് അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു എന്നുള്ളതാണ് അവിടെ താൻ പ്രഖ്യാപിക്കുന്ന കാര്യം. മനുഷ്യൻ ഇന്ന് പാപമോചനത്തിനായിട്ട് കരയും കടലും താണ്ടി സഞ്ചരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, പാപമോചനത്തിനായിട്ട് മനുഷ്യന്റെ ഭഗീരഥ പ്രയത്നങ്ങളെ കുറിച്ചുള്ള ദീർഘമായ ലിസ്റ്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പാപമോചനം നൽകുവാനായിട്ട് ഒരുവന് മാത്രമേ സാധിക്കുള്ളൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നമ്മുടെ പാപമോചനത്തിനായിട്ട്, നമ്മുടെ രക്ഷയ്ക്കായിട്ട് നൽകിയിരിക്കുന്ന ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഞാൻ യൂറോപ്പിലൊക്കെ സഞ്ചരിക്കുവാനായിട്ടുള്ള സാവകാശം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആഥൻസിൽ ചെന്നപ്പോൾ മാർസിലിന്റെ മുകളിൽ, അതൊരു മാർബിൾ ഹില്ലാണ്, അതിന്റെ മുകളിൽ തത്തിക്കേറി. അതെല്ലാം വളരെ, എൻ്റെ ചില സ്നേഹിതന്മാരൊക്കെ അതിന് ശ്രമിച്ചെങ്കിലും അവരതിൽ പരാജയപ്പെട്ടു. ഞാൻ ഒരു വിധത്തിൽ അതിന്റെ മുകളിൽ കയറി താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് 100-300 ആളുകൾ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഓർത്തു, ഈ മാർസിലിൽ നിന്നുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് ആ എപ്പിക്യൂറിയൻ ഫിലോസഫേഴ്സിനോടൊക്കെ സംസാരിച്ചത്. എന്റെ കർത്താവിനെ കുറിച്ച് ഞാൻ ഇവിടെ നിന്ന് എന്താണ് പറയേണ്ടത് എന്നുള്ള ചിന്ത കടന്നു വരികയും അവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു വാക്യം ഉദ്ധരിച്ചു. അതിതാണ് 1 തീമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവമായിട്ട് ഞാൻ അത് കരുതുകയാണ്. അപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തല ശ്രേഷ്ഠനായിരുന്ന പൗലോസ് അഥേനയിലുള്ള ഫിലോസഫേഴ്സ്, അതായത് ലോകത്തിന്റെ സെന്റർ ഓഫ് നോളജ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അഥേനയിലെ ആഥൻസിൽ നിന്നുകൊണ്ട് പറയുന്ന വലിയൊരു പ്രഖ്യാപനമാണ്. പാപമോചനത്തിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ. സഭയ്ക്ക് പാപമോചനം നൽകുവാൻ കഴിയുന്നതല്ല, പുരോഹിതന്മാർക്ക് പാപമോചനം നൽകുവാൻ കഴിയുന്നതല്ല, കൂദാശികൾക്ക് പാപമോചനം നൽകുവാൻ കഴിയുന്നതല്ല. പാപമോചനം നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന്റെ ഒരു കാരണം അവൻ പാപങ്ങളെ ക്ഷമിച്ചു എന്നുള്ളതാണ്. പാപങ്ങളെ ക്ഷമിക്കുവാൻ നീ ആരാണ്? അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കാനായിട്ട് സമയമല്ലോ. പാപമോചനത്തിനുള്ള ഏകമാർഗം കർത്താവായ യേശു ക്രിസ്തുവും മാത്രമാണ്. ഞാനും നിങ്ങളും പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരായി തീർന്നു എന്നുള്ള സത്യം നമ്മൾക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അങ്ങനെയുള്ളവരാകുന്ന നമ്മെ വീണ്ടെടുക്കേണ്ടതിനായിട്ട് സ്വർഗത്തിന്റെ മണിംകുടമായിരുന്ന ദൈവത്തിന്റെ പുത്രൻ ഈ ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് കടന്നു വരികയും എന്റെയും നിങ്ങളുടെയും പാപത്തിന് നിത്യപരിഹാരം വരുത്തേണ്ടതിനായിട്ട് ക്രൂശിൽ പാപമായി തീരുകയും ചെയ്ത ആ മഹാത്ഭുതത്തെ ഓർത്തുകൊണ്ട് അവന്റെ ആധാരബിന്ദങ്ങളിൽ വീണ് വന്ദിക്കുവാനായിട്ടല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം പാപമോചനത്തിനായിട്ട് ക്രിസ്തുവിനെ സമീപിച്ചിട്ടുണ്ടോ? അതോ ഇത് നമ്മുടെ സൽപ്രവൃത്തികളിൽ, നമ്മുടെ സ്വന്തം യജ്ഞങ്ങളിൽ ഏർപ്പെട്ട് നാം നിരാശരായിട്ട് കഴിയുന്ന അവസ്ഥയിലാണോ നാം ഇന്ന് ആയിരിക്കുന്നത്? ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ വിറ്റ്നസിംഗ് എന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. യോഹന്നാൻ സ്നാപകന് പറയുവാനായിട്ടുണ്ടായിരുന്ന പ്രഥമവും പ്രധാനവുമായിട്ടുള്ള സാധ്യത, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ആ പ്രസ്താവന കേട്ടിട്ടാണ് അന്ത്രയോസും യോഹന്നാനും നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്നത്. കർത്താവിനോടുകൂടെ അല്പസമയം ചെലവഴിച്ചു. ആ കർത്താവിനെ കുറിച്ചുള്ള ആ ദൃഢമായ അറിവും ആ കൺവിക്ഷനും ബോധം ഉണ്ടായതിന് ശേഷം തന്റെ സഹോദരനായ അന്ത്രയോസിന്റെ സഹോദരനായ പത്രോസിനെ സമീപിച്ച്, ഞങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ പ്രസ്താവിച്ചിട്ട് മെസ്സിയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുവാൻ തനിക്ക് വളരെ സന്തോഷമുണ്ടായി. എന്റെ സമയം പരിമിതമായതുകൊണ്ട് കൂടുതലായിട്ട് ആ കാര്യങ്ങളിൽ വിശദീകരിക്കുവാനായിട്ട് കഴിയുന്നതല്ല. ഇവിടെ നമുക്ക് മൂന്നാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിന്റെ 35 മുതൽ 51 വാക്യങ്ങളിൽ, അതായത് ഈ ശിഷ്യന്മാരുടെ ജീവിതത്തില് എങ്ങനെ ഇത് സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ്. അവർ എങ്ങനെ ഈ സത്യത്തെ അക്നോളജ് ചെയ്തു എന്നുള്ളത്
അല്ലെങ്കിൽ അംഗീകരിച്ചെന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ കാര്യം. 5 കാര്യങ്ങളാണ് അവിടെ ആ 16 വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ സമയം കിട്ടുമ്പോൾ സാവകാശമായിട്ട് ഭവനത്തിൽ ചെന്നിട്ട് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. 29 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് 5 കാര്യങ്ങളാണ് അവിടെ കാണുവാനായിട്ട്. 5 പ്രസ്താവനകൾ നമ്മുടെ കർത്താവിനെ കുറിച്ച് ഈ ശിഷ്യന്മാർ ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ പ്രസ്താവന കേട്ട് സാക്ഷ്യം കേട്ടിട്ട് അനുഗമിച്ചവരാണ് അത് അന്ത്രയോസും യോഹന്നാനും. അതുപോലെ നമുക്ക് പിന്നെ കാണുവാനായിട്ട് പത്രോസ് നമ്മുടെ കർത്താവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ നമുക്ക് കാണുവാനായിട്ട് നമ്മുടെ കർത്താവ് തന്നെ ഫിലിപ്പോസിനെ ആഹ്വാനം ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിലിപ്പോസ് എന്നുണ്ട് അഥനേലിനോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. അവനും കർത്താവിന്റെ ഒരു അനുഗാമിയായി തീർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി പ്രഭാവങ്ങൾക്ക് എന്താണ് ക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരുന്ന ആ ബോധം, അല്ലെ ക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരുന്ന പരിജ്ഞാനം എന്നൊന്ന് ചിന്തിക്കുന്ന ഒന്നായിരിക്കും. 5 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് 29 വാക്യത്തിൽ അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. പെസഹ പെരുന്നാളിന്റെ സമയത്ത് ഏതാണ്ട് മോർ ദാൻ 2 മില്യൺ ആളുകൾ, മൃഗങ്ങൾ അവിടെ ഇങ്ങനെ രക്തം ചൊരിയേണ്ടതായിട്ട് വന്നിരുന്നു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഗദ്രോൻ തോട്ടിൽ കൂടെ രക്തം ഇങ്ങനെ ഒഴുകുന്ന അനുഭവമായിരുന്നു. ആ രക്തങ്ങൾക്കൊന്നും പാപമോചനം നേടുവാനായിട്ട് സാധിച്ചിരുന്നില്ല. എന്നാൽ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി 3 ആടുകൾ മേൽ തൂങ്ങപ്പെട്ട ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ വെന്തെരിയപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ആ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഫലമായിട്ട് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ പാപത്തിന് നിത്യമായ മോചനം ലഭിച്ചിരിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. സാക്ഷ്യജീവിതം കൊണ്ട് സംഭവിക്കേണ്ടത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകണം. C.S. Spurgeon എന്നുള്ള ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സിന്നേഴ്സ് നീഡ് ടു ഹിയർ ദ ഗോസ്പൽ ആൻഡ് സെയിന്റ്സ് ലവ് ടു ഹിയർ ദ ഗോസ്പൽ. അതിന്റെ മലയാളത്തിൽ ഇങ്ങനെയാണത് നമുക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കുന്നത്: പാപികൾ കേൾക്കുവാൻ ആവശ്യമുള്ളതും വിശ്വാസികൾക്ക് ആവേശം പകരുന്നതുമായ സന്ദേശമാകുന്നു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം അക്കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്ത് ദുഃഖിക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് അതിൽ കൂടുതൽ ഉത്സുകരായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ആദ്യമായിട്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന അതിന്റെ 41 വാക്യത്തിലാണ്. 41 വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ മാത്രം പോരല്ലോ. അതിന്റെ 41 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിയെ, അതായത് ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിനെ കണ്ടെത്തിയവരാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ട. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവ് നമ്മെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾക്ക് കർത്താവിനെ അറിയുവാനായിട്ടുള്ള ഒരു ആഗ്രഹം, കർത്താവിനെ അനുഭവിക്കുവാനായിട്ടുള്ള ഒരാഗ്രഹം, കർത്താവിനെ രുചിച്ചറിയുവാനായിട്ടുള്ള ഒരാഗ്രഹം ഉണ്ടാകണം. അങ്ങനെയുള്ളവരെ ആരെയും ദൈവം ഒരു കാലത്തും നിരാശപ്പെടുത്തിയിട്ടില്ല. സത്യാന്വേഷിയായിരുന്ന പൗലോസിനെ ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവം മീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന അന്ത്രയോസ് തന്റെ സഹോദരനോട് ചെന്ന് പറയും: ഞങ്ങൾ അവനെ കണ്ടു, അവനെക്കുറിച്ച് ഞങ്ങൾക്ക് ദൃഢമായ ബോധ്യമുണ്ട്, അവനാണ് മശിഹ, അവനെക്കുറിച്ചാണ് പഴയ നിയമത്തിന്റെ പേജുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നീ സത്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ അഭിമാനം കൊണ്ടിരുന്ന ഒരു ഭക്തനായിരുന്നു അന്ത്രയോസ് എന്നുള്ളത് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ 49 വാക്യത്തിൽ നഥനയേൽ പറയുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമുക്ക് കർത്താവൻ പാപത്തെ ചുമന്നൊരുക്കിയ ദൈവത്തിന്റെ കുഞ്ഞാടാണ്. രണ്ടാമതായിട്ട് അവൻ മശിഹയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് അവൻ ദൈവപുത്രനാണ്. 49 വാക്യം ഞാനൊന്ന് അത് വായിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. 49 വാക്യത്തിൽ നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രൻ ആകുന്നു, നീ ഇസ്രയേലിന്റെ രാജാവ് തന്നെ എന്ന് ഉത്തരം പറയും. 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒന്ന്, നമ്മുടെ കർത്താവിനോട് പറയുന്ന കാര്യങ്ങളാണ്. നഥനയേൽ പറയും, നീയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പുത്രൻ, നീ ദൈവത്തിന്റെ പുത്രൻ, യു ആർ ദ സൺ ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ അവൻ ദൈവമാണെന്നുള്ള ആശയമാണ് അവിടെ ഉള്ളത്. സൺ ഓഫ് ഗോഡ് പഴയ നിയമത്തിന്റെ പേജ്, അതായത് ദാനിയേൽ പ്രവചനമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും.
അത് മറ്റാരുമല്ല, ദൈവം തന്നെയാണ്. നീ മാത്രമാണ് ദൈവം എന്നുള്ള ആശയമാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ നീ ഇസ്രയേലിന്റെ രാജാവാണ്. ഇന്ന് ഇസ്രയേല് ഇറാനും തമ്മിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാനം ഈ ഭൂമിയിൽ കണ്ടെത്തുവാൻ മനുഷ്യൻ വ്യാമോഹിക്കുകയാണ്. എന്നാൽ അതിൽ അവൻ പരാജയപ്പെടുന്നു. എന്നാൽ സമാധാനത്തിന്റെ പ്രഭുവായ നമ്മുടെ കർത്താവ് വരികയും ഇളകാത്ത രാജ്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന പുതുപുലരി നമ്മുടെ മുൻപിലുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിപ്പാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെ നമുക്ക് അവിടെ തന്നെ രണ്ട് കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ട് ഒന്ന്, അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അവൻ ദൈവത്തിന്റെ പുത്രനാകുന്നു എന്നുള്ള സത്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന അവൻ മശിഹയാണ്. അതുപോലെ തന്നെ അവൻ ഇസ്രായേലിന്റെ രാജാവാണ്. പിന്നെ കർത്താവ് തന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ 51-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതിപ്രകാരമാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും. ഞാൻ മനുഷ്യപുത്രനാകും. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും മധ്യ ഒരു മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് വഴി ഒരു മധ്യസ്ഥനുമില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മധ്യസ്ഥ ചെയ്യുവാൻ ഗുണം, നമ്മുടെ ആരാധനയ്ക്ക് മധ്യസ്ഥ ചെയ്യുവാൻ ഗുണം, നമ്മുടെ ശുശ്രൂഷകൾക്ക് മധ്യസ്ഥ ചെയ്യുവാൻ ഗുണം, നമ്മുടെ ഈ പരദേശവാസ ജീവിതത്തിൽ നമ്മൾക്ക് സന്തത സഹചാരിയായിട്ട് ഇരിപ്പാൻ ഗുണം, നമ്മളെ മനസ്സിലാക്കി നമ്മൾ തക്ക സമയത്ത് നമുക്ക് സഹായം ചെയ്യുവാൻ മതിയായ കഴിവുള്ള മനസ്സുള്ള ഒരു നല്ല മധ്യസ്ഥൻ മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രം. മനുഷ്യപുത്രൻ, അവൻ മനുഷ്യനാണ്, അവൻ ദൈവമാണ്. മനുഷ്യനുമായി ബന്ധപ്പെടുവാൻ അവന് മാത്രമേ കഴിയുള്ളൂ. മനുഷ്യനെയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന ആ കോവണിയായിട്ട് അവൻ തീർന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എത്ര ശ്രേഷ്ഠമായ സാക്ഷ്യമാണ് ആ ശിഷ്യന്മാർക്ക് പറയുവാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ ഈ യോഹന്നാൻ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിച്ചു. സാക്ഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമതായിട്ട് കർത്താവിന്റെ വത്സല ശിഷ്യനായിരുന്ന യോഹന്നാന് ഉള്ള ആ ദൃഢ പ്രഖ്യാപനം എന്തായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തിന്റെ പ്രാധാന്യം എത്രമാത്രം ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എന്നുള്ളത് നാം ഓർത്തിരിക്കണം. മൂന്നാമതായിട്ട് ജീവിതാനുഭവങ്ങളിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ ആ ശിഷ്യന്മാർക്ക് കർത്താവിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. കർത്താവിനെ കുറിച്ചുള്ള ആ സാക്ഷ്യം പറയുന്ന കാര്യത്തിൽ അവർ വ്യഗ്രതയുള്ളവരായിരുന്നു. അതിൽ അവർ എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെ ഒരു പാട്ട് ഇംഗ്ലീഷിലുണ്ട്, ദെർ ഈസ് ജോയ് ഇൻ സെർവിങ് ജീസസ്. ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ എഴുതിയ മനോഹരമായ ഒരു പാട്ടാണ്. അത് പലപ്പോഴും ഞാൻ പാടി സന്തോഷിക്കാറുണ്ട്. ദെർ ഈസ് ജോയ് ഇൻ സെർവിങ് ക്രൈസ്റ്റ്. ഈ ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിൽ നാം സന്തോഷവും സംതൃപ്തിയും അതേ കണ്ടെത്തുന്നവരായിട്ട് തീരണം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവസാനമായിട്ട് സാക്ഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യ മാതൃകയെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. അവസാനമായിട്ട് എങ്ങനെ സാക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് 4-5 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളോട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കണം. ഒന്ന്, നാം സാക്ഷ്യ ജീവിതം ആരംഭിക്കേണ്ടത് കർത്താവിനെ ജീവിതത്തിൽ അറിഞ്ഞവരായിട്ടായിരിക്കണം. നമ്മുടെ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ പരിജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിച്ചവരായിട്ട് നാം കർത്താവിനെ സാക്ഷിക്കുന്നവരായിട്ട്, പരിജ്ഞാനം എന്നുള്ളത് പറയുന്നത് സാംസ്കൃതിക വാക്കാണ്. അതിന്റെ പരിചയത്തിൽ കൂടി ലഭിക്കുന്ന അനുഭവജ്ഞാനം എന്നാണ് അതിന്റെ ആശയം. പത്രോസ് തന്റെ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന് 18-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ദൈവകൃപയിലും നിങ്ങൾ വളരണം. ഇത് രണ്ടും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒന്ന്, ദൈവകൃപയില്ലാതെ പരിജ്ഞാനം പ്രദർശിപ്പിക്കാനായിട്ട് പോയാൽ നാം പരാജയപ്പെടും. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ പരിജ്ഞാനവും ദൈവകൃപയും ഒരുമിച്ച് പോകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അറിഞ്ഞവരായിട്ട് പരിജ്ഞാനത്തോടുകൂടി നാം ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളുടെ വിശ്വാസത്തിന്റെ പ്രത്യാശയെ കുറിച്ച് പ്രതിവാദം ചോദിക്കുന്നവരോട് പരിജ്ഞാനത്തോടുകൂടെ ദൈവത്തിന്റെ വചനം നാം വിശദീകരിച്ചു കൊടുക്കാൻ ക്ഷമയോടെ, ദൈവകൃപയിൽ, അതേ സൗമ്യതയുടെ ആത്മാവിൽ, ആത്മഭാരത്തോടെ അത് ചെയ്യുന്നവരായി തീരുവാൻ നമുക്ക് ഇടയാകണം. രണ്ടാമതായിട്ട്, നാം ക്രിസ്തുവിനെ കുറിച്ച് ലജ്ജിക്കുന്നവരായിട്ട് തീരരുത്. ലജ്ജിക്കാത്തവരായിട്ട് അവന്റെ സാക്ഷികളായിട്ട് നാം തീരണം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന് 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. എന്തുകൊണ്ടെന്നാൽ ഈ സുവിശേഷത്തിന് മാത്രമേ പാപികളെ രക്ഷിപ്പാനായിട്ട് കഴിയുള്ളൂ. നീതിപൂർണമായ ഒരു ജീവിതം നയിപ്പാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഈ സുവിശേഷം മാത്രമാണ്. ആ നിലയിൽ ആ സുവിശേഷത്തിന്റെ ആ ശക്തിയുടെ വ്യാപാരം തന്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ
താൻ പറയുകയാണ്, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, ഞാൻ സുവിശേഷം അറിയിക്കാൻ എപ്പോഴും റെഡിയായിരിക്കുന്നു. ഈ സുവിശേഷം അറിയിക്കാൻ ഞാൻ മറ്റുള്ളവരോട് കടപ്പെട്ടവനാണ്, എന്റെ ഹൃദയഭാരം കൊണ്ട് ഞാൻ നിറയുന്നു. ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന് 11-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന ഇപ്രകാരം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ്. ഞാൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്നാണ് പറഞ്ഞത്. ഈ മനോഭാവം നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. സുവിശേഷത്തോടുള്ള നമ്മുടെ മനോഭാവം, എങ്ങനെങ്കിലും ചിലരെയെങ്കിലും സുവിശേഷം അറിയിക്കണമെന്നുള്ള ആ നിർബന്ധം കൊണ്ട് നമ്മുടെ ദിവസങ്ങൾ ആരംഭിക്കാം. നമ്മുടെ ദിവസത്തിന്റെ എല്ലാ മണിക്കൂറുകളിലും ആ ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ കൂടി വ്യാപരിക്കട്ടെ. ആത്മഭാരത്തോടും ലജ്ജിക്കാത്ത മനോഭാവത്തോടും പ്രാർത്ഥനയോടും കൂടെ നാം അത് ചെയ്യുന്നവരായിരിക്കണം. പ്രാർത്ഥന ഇതിന്റെ പിന്നിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമ്മൾ പ്രസംഗങ്ങളുടെ പ്രഭുവായ C.S. സ്പർജനെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ ഈ പ്രസംഗങ്ങളുടെ പ്രഭുവായ C.S. സ്പർജന്റെ ഫലമായിട്ട് ആയിരങ്ങളാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നത്. ഇതിന്റെ രഹസ്യം എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഒരു യുവ സുവിശേഷകൻ തന്നെ സമീപിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ ഈ പ്രവർത്തനങ്ങളുടെ ഈ ഇഫക്റ്റീവ്നെസ്, അത് ഇത്ര ഫലകരമായി തീരുന്നതിന്റെ രഹസ്യം എന്താണ് എന്ന് തന്നോട് ചോദിച്ചപ്പോൾ ഈ യുവ സുവിശേഷകനെ കൊണ്ട് താൻ തന്റെ ബേസ്മെന്റിലേക്ക്, അതായത് മെട്രോപൊളിറ്റൻ ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച ഉണ്ട് ലണ്ടനില്, അതിന്റെ ബേസ്മെന്റിലേക്ക് കടന്നു വന്നപ്പോൾ ഏതാണ്ട് 200ഓളം ആളുകൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവരാണ് ഈ എന്റെ പ്രസംഗങ്ങളുടെ പ്രശ്നങ്ങൾ ഫലകരമായി തീർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണമെന്ന് താൻ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ അനേക കൺവെൻഷനുകളിലൊക്കെ കാണുന്ന കാര്യങ്ങൾ ഞാൻ ഒരളവോളം കണ്ടിട്ടുള്ളതുമായ കാര്യങ്ങളാണ്. ഈ കഥാപ്രസംഗക്കാരുടെ കാര്യം പറഞ്ഞ പോലെ വണ്ടിയിൽ വരും, പ്രസംഗിക്കും, പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ വണ്ടിയെ കയറും തിരിച്ചു പോകും. എത്ര ദുഃഖകരമായ ഒരവസ്ഥയാണതെന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം, ഒരുമിച്ചിരുന്ന് ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്ന കണ്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന അനുഭവം ഒക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രാർത്ഥിക്കുക. നാം പറയുന്നുള്ളത് കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ചില കൊയ്ത്തിന് ചില വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ കാര്യമാണത്. ആ പ്രാർത്ഥനയിൽ നാം വർദ്ധിച്ചു വരുന്നവരായിട്ട് തീരട്ടെ. നാം ഒരു റെസ്ക്യൂ മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. There is no time to waste. നമുക്കറിയാം, യൂദയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, റെസ്ക്യൂയിങ് ദ പീപ്പിൾ ഫ്രം ദ ഫയർ. ചിലരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക. റെസ്ക്യൂ മിഷനിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ? ഞാൻ എയർഫോഴ്സിൽ ആയിരുന്ന കാലങ്ങളിൽ ഫയർ ഫൈറ്ററായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഈ ഫയർ ഫൈറ്ററായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞങ്ങളുടെ മോട്ടോ യു ഹാവ് ടു ഗോ, ബട്ട് യു ഡോണ്ട് ഹാവ് ടു റിട്ടേൺ. യു ഗോട്ട് ടു ഗോ. ഒരു കോള് കിട്ടിക്കഴിഞ്ഞാൽ പോയേ പറ്റുള്ളൂ. ഒരു എക്സ്ക്യൂസും ഇല്ല. പോയിട്ട് തിരിച്ചു വരണം നിർബന്ധമില്ല. നാം ഇന്ന് ടൈറ്റാനിക് ഷിപ്പിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 1500 ആളുകൾ പരീക്ഷ ചെയ്തതിന്റെ കാരണം, നശിച്ചതിന്റെ കാരണം അവരെ റെസ്ക്യൂ ചെയ്യുവാൻ ആരും ഉണ്ടായിരുന്നു. നാം ഇന്ന് റെസ്ക്യൂ മിഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, വില്യം ബൂത്തിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാത്രിയുടെ യാമങ്ങൾ അദ്ദേഹം ഇരുന്ന് കരയുമായിരുന്നു. ലണ്ടനിലെ പാവം കണ്ട് മനസ്സും അടുത്ത് താൻ കരയുന്ന അനുഭവത്തിൽ കൂടി എങ്ങനെയെങ്കിലും ചിലരെയെങ്കിലും റെസ്ക്യൂ ചെയ്യണമെന്നുള്ള ആ വലിയ മനോഭാരത്താൽ തന്റെ രാത്രിയുടെ യാമങ്ങൾ താൻ കഴിച്ചിരുന്നതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം റെസ്ക്യൂ മിഷനിലാകുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അതുപോലെ നാം എല്ലാ ഉത്സാഹത്തോടു കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സാക്ഷ്യ ജീവിതം നയിക്കുക എന്നുള്ളത്. വലിയ എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടാകണം. ഇതിനേക്കാളും വലിയൊരു പദവിയില്ല. നന്മ സുവിശേഷിക്കുന്നവരുടെ പർവ്വതങ്ങൾ എത്ര മനോഹരം ദൈവം അരുളി ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് എ ഗ്ലോറിയസ് മിനിസ്ട്രി. നന്മ സുവിശേഷിക്കുന്ന, നന്മയും സമാധാനവും സന്തോഷത്തിന്റെ ആസ്ഥാനം യേശുക്രിസ്തു മാത്രമാകുന്നു എന്നുള്ള സത്യം ലോകത്തെ അറിയിക്കുന്നതിനേക്കാളും മനോഹരമായ ഒരു ശുശ്രൂഷ വേറൊന്നും തന്നെയില്ല. എല്ലാ ആവേശത്തോടെ പാഷൻ ഫോർ സോൾ. എന്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ട ഒരു ബുക്കാണ് പാഷൻ ഫോർ സോൾ. ഞങ്ങളെ ഡിസൈപ്പിൾ ചെയ്ത ദൈവത്തിന്റെ ദാസ അന്ന് ഏതാണ്ട് 62 വർഷങ്ങൾക്ക് മുൻപ്
ഞങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബുക്കാണത്. അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ദൈവം ഹൃദയത്തിൽ തന്നു. എങ്ങനെങ്കിലും ചിലരോടെങ്കിലും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധം മനസ്സിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടി നാം അത് ചെയ്യണം. ചില ദൈവം ഇന്ന് രക്ഷിക്കും, ചിലരെ കർത്താവിലേക്ക് ആകർഷിക്കും എന്നുള്ള ആ ബോധത്തോടും വിശ്വാസത്തോടും കൂടെ നാം അത് ചെയ്യേണ്ടവരാണ്. സന്തോഷത്തോടുകൂടെ നാം ചെയ്യണം. ഭക്ഷണ്ടിക്കാരൻ മരുന്ന് വിൽക്കുന്നവരായിട്ട് നാം ചെയ്തത്. എന്റെ പിതാവ് ഒരിക്കൽ പറഞ്ഞു, എവിടെ പോയി സുവിശേഷം പറഞ്ഞാലും ആളുകൾ കേൾക്കുന്നവർക്ക് തോന്നണം നീ അതിൽ വിശ്വസിക്കുന്നവനാണ്. മ്ലാനപതരായിട്ട്, യാതൊരു എക്സൈറ്റ്മെന്റും ഇല്ലാതെ, ഒരു ആവേശവുമില്ലാതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ നാം സുവിശേഷത്തിന്റെ സാക്ഷികളാകരുത്. ഇന്ന് കർത്താവ് ചില ദേഹികളെ രക്ഷിക്കും. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ പരിവർത്തനം ദൈവം സൃഷ്ടിക്കുന്നുള്ള വിശ്വാസത്തോടുകൂടെ നാം വളരെ സന്തോഷത്തോടുകൂടെ നാം ജീവിക്കണം. എന്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. സാക്ഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ സാധിച്ചു. രണ്ടാമതായിട്ട് സാക്ഷ്യ ജീവിതത്തിന്റെ മാതൃക അപ്പോസ്തലന്മാരിൽ യോഹന്നാനിൽ നിന്നും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. മൂന്നാമതായിട്ട് സാക്ഷ്യ ജീവിതം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അല്പമായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. അതെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെ. C.T. സ്റ്റഡ് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ വളരെ ടെർമിനൽ ഡിസീസിൽ കഴിയുന്ന സന്ദർഭത്തിൽ എന്നെ കാണാനായിട്ട് രണ്ട് സഹോദരൻ, KM ജോണും വേറൊരു സഹോദരൻ ഷിക്കാഗോയിൽ നിന്ന് വന്നു. അന്ന് ഞാൻ മിനിസോട്ടയിലാണ് താമസിക്കുന്നത്. അപ്പൊ ആ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് സണ്ണി എന്നാണ്. ആ സണ്ണി ഒരു ബുക്ക് എനിക്ക് കൊണ്ടു തന്നു, ഒരു ബയോഗ്രഫി, C.T. സ്റ്റഡിന്റെ ബയോഗ്രഫി. അത് വായിക്കുവാനായിട്ട് സാധിക്കും. C.T. സ്റ്റഡ് ആരായിരുന്നു? താൻ ഒരു ഓൾറൗണ്ടർ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഹി വാസ് എ ബില്യണർ, ഒരു കോടീശ്വരനായിരുന്നു. എന്നാൽ മൂടിയുടെ പ്രസംഗം കേട്ടതിന്റെ ഫലമായിട്ട് താൻ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുകയും യേശു ക്രിസ്തുവിന്റെ ഒരു ഉത്തമ സാക്ഷിയായിട്ട് താൻ തീരുകയും ചെയ്തു. അപ്പോൾ തനിക്കുണ്ടായിരുന്ന ആ സ്വത്തും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതായത് വില്യം ബൂത്തിന് നൽകുകയും തുടർന്ന് താൻ ഇന്ത്യയിലും ആഫ്രിക്കയിലും മറ്റുമായിട്ട് കടന്നുപോയി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുകയും ഒടുവിൽ താൻ മരിച്ച് നിത്യതയിൽ പ്രവേശിക്കുകയും ചെയ്തു. ആ വില്യം ബൂത്ത്, C.T. സ്റ്റഡ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. അത് ഞാൻ ഇംഗ്ലീഷിൽ പറയാം. Only one life that soon be past, and what is done for Christ that will last. Only one life that soon be past. അനുഭവക്കുറിപ്പുകൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ ഒരു ആകമൊത്തമുള്ള ഒരു ലിസ്റ്റ് എടുത്താൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു? People are perishing. Opportunities will be lost. Souls are precious. Time is short. ഇനി എത്ര നാൾ എനിക്ക് ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാൽ ഈ പ്രിയ സഹോദരൻ എനിക്ക് തന്ന കപ്പൽ എഴുതിയിരിക്കുന്ന പോലെ 62 ദീർഘവർഷങ്ങൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ അഭിമാനം കൊള്ളുവാനും ഒരു എളിയ അളവില്ലെങ്കിലും കുടുംബമായിട്ട് ഞങ്ങളെ ദൈവമാക്കി വെച്ചിരുന്ന സ്ഥാനങ്ങളിൽ അവന്റെ സാക്ഷിയാകുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. എന്റെ പിതാവ് അനുകരിച്ച അതേ മാതൃക അനുകരിക്കാൻ കർത്താവ് ഇത്രത്തോളം ബലപ്പെടുത്തി. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് വളരെ നന്ദിയുണ്ട്. ഇങ്ങനൊരു അവസരം നൽകിയ സന്തോഷിനോടും മാമിച്ചനോടൊക്കെയുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടി നമ്മളെ അനുഗ്രഹിച്ച പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന നേരം മുതൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളാണ് നാം കേട്ടത്. അനുഭവക്കുറിപ്പുകൾ എന്നൊരു തലക്കെട്ടിൽ നിന്നാണ് അച്ചായൻ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകേണ്ടിയ ആവശ്യത്തിലോട്ടാണ് നാം വന്നിരിക്കുന്നത്. നാം കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ പോരാ. ഈ സാക്ഷ്യത്തിൽ നിന്നും ഈ മെസ്സേജിൽ നിന്നും അതാണ് നാം കേട്ടത്. കർത്താവിന് വേണ്ടി സാക്ഷ്യ ജീവിതം ചെയ്യുന്നതിന്റെ പ്രാധാന്യം നാം കേൾക്കുകയായിരുന്നു. കർത്താവിന് വേണ്ടി സുവിശേഷം അറിയിക്കേണ്ട ആവശ്യം എന്താന്നുള്ളത് നാം കേട്ടുകൊണ്ടിരിക്കും. മാത്രമല്ല ഈ ദൈവവേല വളരെ സന്തോഷത്തോടുകൂടിയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നാം കേട്ടു. വളരെ അനുഗ്രഹിക്കപ്പെട്ട
ആലോചനയാണ്. ഇന്ന് കടന്നു വന്നവർക്കെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീക വിരുന്നായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ പ്രായത്തിൻ്റെതായ കാര്യങ്ങളൊന്നും നോക്കാതെ വളരെയധികം സമയമെടുത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് ചെയ്യുവാൻ തക്കണം അച്ഛനെ ദൈവം എടുത്ത് ഉപയോഗിച്ച് തോർത്ത് ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിൽ നിന്ന് ലഭിച്ച അനുഭവം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം. ജോലിയോടുകൂടി ചേർന്ന് കർത്താവിനെ ആരാധിച്ചു, കർത്താവിന്റെ മഹത്വമായ വേല ചെയ്തു. എത്രയോ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക്, വരും തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഇതൊരു വെല്ലുവിളി തന്നെയാണ്. ദൈവത്തിന്റെ വേല സന്തോഷത്തോടെ ചെയ്യുമ്പോൾ നമ്മളെ മറ്റവർ കാണുമ്പോൾ ആ ദൈവത്തെക്കുറിച്ചുള്ള അവരുടെയും ആ സ്നേഹം കൂടുന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന തന്ന CK ഇബ്രാഹിം അച്ഛനോട് കാൽവരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഗാനങ്ങൾ പാടി സഹായിച്ച പ്രിയ ഹസനത്ത് സഹോദരിക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നും കടന്നു വന്ന് ഈ മനോഹരമായ ഈ ഒരു ചിന്ത കേൾക്കുവാൻ തക്കണം അത് കടന്നു വന്നു. അതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയ ദൈവത്തെ നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യാണ്. നമുക്കറിയാം, കേരളത്തിൽ കാലാവസ്ഥ അത്ര ശരിയല്ല. എന്നിരുന്നാലും ഇലക്ട്രിസിറ്റിക്കോ അല്ലെങ്കിൽ നെറ്റിനോ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ നല്ല രീതിയിൽ ഈ ഒരു പ്രോഗ്രാം നടക്കുവാൻ തക്കണം ദൈവം ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. തുടർന്നും കാൽവരിനാഥ മിനിസ്ട്രിയെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുവാൻ ഇടവരുത്തിനായിട്ട് അങ്ങയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക പ്രിയപ്പെട്ടവർക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് സൂം മീറ്റിംഗിൽ കൂടി കൂടുവാൻ തക്കണം ദൈവത്തിന്റെ വിലയേറിയ വചനം എന്ന് കേൾക്കുവാൻ തക്കണം ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ കാലാവസ്ഥയും കർത്താവെ ഞങ്ങൾക്ക് ഇന്ന് അനുകൂലമാക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പേർക്ക് ഇന്ന് കടന്നു വന്ന് ദൈവത്തിന്റെ വിലയേറിയ കർത്താവെ വചനങ്ങൾ കേൾക്കുവാൻ തക്കണം സാവകാശം തന്നല്ലോ എന്ന് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാൽവരിനാഥ മിനിസ്ട്രി ഓർക്കുന്നു. അനേക ദൈവജനത്തിന് കർത്താവെ ഇത് പ്രയോജനപ്പെടുവാൻ തക്കണം കർത്താവെ ഇടവരുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രത്യേകിച്ച് കർത്താവെ CK ഇബ്രാഹിം അച്ഛൻ കർത്താവെ കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കേട്ടവർക്കും ഇനി കേൾക്കാണ് ഇരിക്കുന്നവർക്കും കർത്താവെ ഇത് വളരെയധികം കർത്താവെ സന്തോഷം തരുന്ന ഒരു മെസ്സേജ് ആയിരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട പോലെ അനേക ദീർഘവർഷങ്ങൾ കർത്താവിന്റെ സാക്ഷിയായിട്ട് ഞങ്ങളുടെ ദാസൻ നിൽക്കുവാൻ തക്കണം ഇത്രത്തോളം കൊടുത്ത ആരോഗ്യം ബലത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആലോചന കേൾക്കാൻ ഇടവരുത്തിയല്ലോ എന്ന് ഓർത്ത് നന്ദിയോടെ സ്തോത്രം നിങ്ങളുടെ ദാസനെ കൃത്യമായ കർത്താവ് ഞങ്ങളുടെ തിരുകരങ്ങളിൽ തരുന്നു. കർത്താവ് വരും കാലങ്ങളിലും ആവശ്യമെല്ലാ കൃപകളും കർത്താവ് കൊടുക്കണം. എല്ലാവിധമായ ആരോഗ്യ ബലത്തോടെ കർത്താവിനെ സാക്ഷിക്കുവാൻ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി സഹായിച്ച പ്രിയ സഹോദരി ഹസനത്തിനെയും ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് വേണ്ടി കൂടുതലായിട്ട് പാടുവാൻ ആവശ്യമെല്ലാ കൃപകളും കർത്താവ് കൊടുക്കണമേ, സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശ്രമം സ്വീകരിച്ച് അനേക സ്ഥലങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവർ സമയമെടുത്ത് കർത്താവെ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ തക്കുന്നു ഇടവരുത്തനായിട്ട് അങ്ങയുടെ സ്തോത്രം. കടന്നു വന്ന പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിനാഥ മിനിസ്ട്രി മൂലം കർത്താവെ അനേക ജനത്തിന് കർത്താവെ പ്രയോജനമുണ്ടാകുവാൻ ഇടവരുത്തിക്കൊണ്ടിരിക്കണം ഞങ്ങളുടെ സ്തോത്രം. എന്റെ പുറകിൽ അധ്വാനിക്കുന്ന സുബേഷ് മാത്യു സഹോദരനെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വരും കാര്യങ്ങളിൽ ആവശ്യമെല്ലാ കൃപകളും കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.